നമസ്കാരം. വിദ്യാലയത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇപ്പൊ 2026 ആദ്യത്തെ മാസം ഇതാ കഴിയാറായി, ഓൾമോസ്റ്റ് കഴിഞ്ഞു എന്ന് തന്നെ പറയാം. അപ്പൊ ഈ മാസം ജാനുവരിയിൽ ഞാൻ 2 പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാന്നുള്ള പറയാണ്, റിവ്യൂ ഒന്നുമല്ല. ഞാൻ ജസ്റ്റ് 2 പുസ്തകങ്ങൾ വായിച്ചപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുക്കുന്നൊരു വീഡിയോ ആണ്. അപ്പം 2 പുസ്തകങ്ങളാണ്, ഞാൻ 2 വീഡിയോ ആയിട്ട് തന്നെ ഇടാം. അപ്പം ഞാൻ ആദ്യം വായിച്ച പുസ്തകം എന്ന് പറഞ്ഞാൽ എൻ മോഹനന്റെ ഒരിക്കലാണ്. കണ്ടോ, ചെറിയൊരു പുസ്തകമാണ്, വളരെ കുറച്ച് പേജ് മാത്രമേ ഉള്ളൂ. എൻ മോഹനൻ എന്ന് പറഞ്ഞാൽ ലളിതാംബിക അന്തർജനത്തിന്റെ മകനാണ്. അപ്പോൾ ഇതാണ് ഞാൻ ആദ്യമായിട്ട് വായിച്ച ഒരു പുസ്തകം എന്ന് പറഞ്ഞാൽ. ഈ ഒരു പുസ്തകത്തിനെ പറ്റി പറയുകയാണെങ്കിൽ പ്രണയത്തെയും വിരഹത്തെയും ഒരുപോലെ വളരെ ഹൃദയസ്പർശിയായിട്ട് ഇതിൽ എഴുതിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു കഥ എന്ന് പറയുന്നതിനെക്കാട്ടും ഉപരി ഇത് വായിച്ചു കഴിയുമ്പോൾ വായനക്കാരന്റെ മനസ്സിൽ ഒരു വിങ്ങലായി ഇത് അവശേഷിക്കും എന്ന് നമുക്ക് പറയാം. ഈ ഒരു പുസ്തകത്തിന്റെ പ്രമേയം എന്ന് പറഞ്ഞാൽ നഷ്ടപ്രണയത്തിന്റെ ഒരു നോവാണ്. ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയ പ്രണയത്തെക്കുറിച്ച്, അതിന്റെ ഓർമ്മകളിലൂടെയുള്ള ഒരു സഞ്ചാരം എന്നൊക്കെ ഇത് പറയാം. പ്രണയം എന്ന് പറഞ്ഞാൽ ഒരു ആവേശമോ ആ ഒരു പ്രണയിക്കുന്ന സമയത്തുള്ള ഒരു സന്തോഷവും മാത്രമല്ല, ജീവിതകാലം മുഴുവൻ കൂടെ കൊണ്ട് നടക്കുന്ന ഒരു വിരഹം കൂടിയാണെന്ന് എൻ മോഹൻ ഇതിലൂടെ കാണിച്ചു തരുന്നുണ്ട്. ഇതിന്റെ ഒരു പ്രത്യേകത അതിന്റെ ഭാഷാശൈലിയാണ്. വളരെ കാവ്യാത്മകമായ ഭാഷാശൈലി. ഒരു ഗദ്യമാണെങ്കിലും അത് വായിക്കുമ്പോൾ അതിന്റെ വരികളിലൂടെ നമ്മളൊരു കവിത വായിക്കുന്ന ഒരു സുഖം നമുക്ക് ലഭിക്കും. ഇത് വായിച്ചു കഴിയുമ്പോൾ ഒരു വിരഹത്തെ അല്ലെങ്കിൽ ഒരു നഷ്ടപ്രണയത്തെ ഇത്രയും മനോഹരമായിട്ട് ആവിഷ്കരിക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് തോന്നിപ്പോവും. ഒരു പ്രണയം അവസാനിക്കുന്നത് ആ ഒരു പ്രണയം നഷ്ടപ്പെടുമ്പോഴല്ല, മറിച്ച് ആ പ്രണയത്തിന്റെ ഓർമ്മകൾ എന്നേക്കുമായി നഷ്ടപ്പെടുമ്പോൾ അല്ലെ അവസാനിക്കുമ്പോഴാണ് എന്ന് ഈ ഒരു കഥ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നു. ഈ ഒരു പുസ്തകം വായിക്കുമ്പോൾ എനിക്ക് വേറൊരു കാര്യം തോന്നിയത്, ഇത് വായിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ആത്മകഥ വായിക്കുന്ന ഒരു, അതായത് കഥാകാരന്റെ ജീവിതത്തിലുള്ള കുറെ അനുഭവങ്ങളായിട്ട് അതുപോലെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് പോലെ തോന്നും. ആ കഥാകാരൻ സ്വന്തം അനുഭവങ്ങൾ പറയുന്ന പോലെ തന്നെ, അതുകൊണ്ട് തന്നെ കൂടുതൽ നമുക്ക് സത്യസന്ധമായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു കഥയാണിത്. ഈ ഒരു കഥ വായിച്ചു കഴിയുമ്പോൾ ഒരു നേരത്തെ മഞ്ഞുതുള്ളി വീഴുമ്പോൾ ആ ഒരു തണുപ്പും ഒരു ചെറിയൊരു നോവും എല്ലാം നമുക്ക് അനുഭവപ്പെടും. ശരിക്കും പറഞ്ഞാൽ മലയാളത്തിലെ ഒരു നിയോ റൊമാൻറ്റിക് സാഹിത്യത്തിന്റെ ഒരു നാഴികക്കല്ലാണ് ഈ കൃതി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും തോന്നുന്നു. അതുപോലെ തന്നെ വായനയുടെ ലോകത്തിലേക്ക് കടക്കുന്ന ഒരാൾക്ക് ധൈര്യത്തോടെ കയ്യിലെടുക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് എൻ മോഹനന്റെ ഒരിക്കൽ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഒന്നാമതായിട്ട് ഇതിന്റെ ഭാഷാശൈലിയാണ്. കടുകട്ടി വാക്കുകളോ അങ്ങനെയൊന്നും ഇതിലില്ല. നമ്മൾ സിമ്പിൾ ആയിട്ട് ഒരു സാധാരണക്കാരന് വായിച്ച് എടുക്കാൻ പറ്റുന്ന, മനസ്സിലാവുന്ന തരത്തിലുള്ള വളരെ സാധാരണമായ ഒരു ഭാഷയിലാണ് ഈ ഒരു കഥ എഴുതിയിട്ടുള്ളത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിൽ ഞാൻ കാണിച്ചു തന്നല്ലോ, വളരെ കുറഞ്ഞ പേജുകളേ ഉള്ളൂ. ആ വളരെ കുറഞ്ഞ പേജുകളിൽ ഒരു മനുഷ്യന്റെ ആയുസിലെ കുറേ ഓർമ്മകൾ, വളരെ സുന്ദരമായ കുറച്ച് നോവുള്ള കുറേ ഓർമ്മകളാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു നോവൽ വായിക്കുന്ന, അല്ലെങ്കിൽ ഒരു നോവൽ വായിക്കുന്ന ഒരു അനുഭവം തന്നെയാണ് നമുക്ക് ഈ ഒരു ചെറിയൊരു പുസ്തകം കൊണ്ട്, അല്ലെങ്കിൽ ഒരു ചെറിയ കഥ കൊണ്ട് നമുക്ക് ലഭിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു നൊസ്റ്റാൾജിക് ഫീല് വരും. കാരണം എന്ന് വെച്ചാൽ, ഒരു പ്രണയം ഇല്ലാത്തവരോ ഒരു ആത്മാർത്ഥമായ ഒരു സൗഹൃദം ഇല്ലാത്തവരോ ഒന്നും വളരെ കുറവായിരിക്കും അല്ലെ. അപ്പോൾ എവിടെയൊക്കെയോ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളും ഇതിലുണ്ട് എന്നുള്ളത് വേറൊരു കാര്യമാണ്. അപ്പോൾ അതും തുടക്കക്കാർക്ക് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ആർക്കൊക്കെ ഈ പുസ്തകങ്ങൾ ഇഷ്ടപ്പെടാമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കുറച്ചുകൂടെ കാവ്യാത്മകമായ വായന ഇഷ്ടപ്പെടുന്നവർക്ക് എനിക്ക് തോന്നുന്നു ഇഷ്ടപ്പെടുന്ന ഒരു കഥയായിരിക്കും. കാരണം എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, ഇതിലെ പറയുന്ന ഒരു രീതി ശരിക്കും ഒരു കവിത വായിക്കുന്ന പോലെ ഒരു ഫീല് നമുക്ക് തരും. പിന്നെ അതുപോലെ തന്നെ ഒരു ഏകാന്തത ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്, ഈ ഒരു തിരക്കിൽ നിന്നൊക്കെ മാറി ഒറ്റയ്ക്കിരിക്കണം അങ്ങനെ ആഗ്രഹിക്കുന്നവർക്കും ഇഷ്ടപ്പെടാവുന്ന ഒരു പുസ്തകമാണ് ഇത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പ്രണയത്തിലൂടെ കടന്നു പോകുന്നവർക്ക്, വിരഹത്തിലൂടെ കടന്നുപോയവർക്കൊക്കെ ഈ ഒരു പുസ്തകം ഇഷ്ടപ്പെടാം. തീർച്ചയായും ഒരു തുടക്കക്കാർക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇത് വായിച്ചു തുടങ്ങിയ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അതിൻ്റെ ഒരു ഭാഷാ ശൈലി ആയിട്ടുണ്ടെങ്കിലും പിന്നെ കുറെ കഥാപാത്രങ്ങളായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാനും ഒക്കെ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, കുറഞ്ഞ താളുകൾക്കിടയിൽ നിന്ന് വലിയൊരു നോവൽ വായിക്കുന്ന ഒരു പ്രതീതി നമുക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു ഒരിക്കൽ. എന്തായാലും ഈ ഒരു വർഷത്തെ ആദ്യത്തെ ഒരു പുസ്തകം എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. അപ്പൊ കഴിയുകയാണെങ്കിൽ നിങ്ങളും വായിക്കാൻ വേണ്ടിയിട്ടൊന്ന് ട്രൈ ചെയ്യാം.